കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കും. വയനാട്ടിൽ നിന്നും ഉള്ള പ്രത്യേക RRT സംഘം സ്ഥലത്തെത്തും. ആനയെ ചികിത്സയ്ക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാനാകാത്ത ആരോഗ്യാവസ്ഥയാണ് കണ്ടെത്തിയത്. താടിയെല്ലുകൾക്ക് പൊട്ടലുണ്ട് എന്ന്. ഇതിനെ തുടർന്നാണോ ചികിത്സാ സംഘം എത്തുന്നത്? എന്തൊക്കെയാണ് അടുത്ത നടപടികൾ? കോട്ടക്കരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക RRT സംഘം അല്പസമയത്തിനു മുമ്പ് കരിക്കോട്ടക്കരിയിൽ എത്തിയിട്ടുണ്ട്. RRT വെറ്ററിനറി സർജൻ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ മയക്കുവെടി വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ കാട്ടാനയെ ഈ പ്രദേശത്ത് കണ്ടെത്തുകയായിരുന്നു. എടപ്പുഴ വെന്തച്ചാപ്പയിലെ ജോഷിയുടെ വീടിന്റെ സമീപത്തായിരുന്നു, കൃഷിത്തോട്ടത്തിന്റെ സമീപത്തായിരുന്നു ആനയെ കണ്ടത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ ആനയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ താടിയെല്ലിന് പരിക്കേറ്റ നിലയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ആന അകത്തോട്ട് വനമേഖലയ്ക്ക് അകത്തേക്ക് ഇത് പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു ചുറ്റളവിൽ ചെറിയൊരു സ്ഥലത്ത് മാത്രം ആന അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നതാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം മയക്കുവെടി വെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആനയുടെ ചികിത്സക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കണ്ട സാഹചര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയുടെ ജീവൻ രക്ഷിക്കുക എന്നത് ശ്രമകരമാണ് എന്നാണ് പറയുന്നത്. ACF ആണ് ഇക്കാര്യം അറിയിച്ചത്. അതിന്റെ താടിയെല്ല് പൊട്ടി ഗുരുതരമായ പരിക്കേറ്റ നിലയിലാണെങ്കിലും ചികിത്സ നൽകുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പരിക്കേറ്റ സാഹചര്യത്തിൽ ആനയെ വനത്തിലേക്ക് തുരത്തുക പ്രായോഗികമല്ല എന്നൊരു കണ്ടെത്തലിനെ തുടർന്നാണ് അതിനെ മയക്കുപിടി വെച്ച് പിടികൂടി വയനാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നത്. ചികിത്സയ്ക്കാണ് പ്രാഥമിക പരിഗണന എന്നാണ് ACF B രതീശൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മയക്കുപിടി വെക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും RRT സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ കണ്ട ആനയെ അതിനെ പിടികൂടി ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ വനംവകുപ്പ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഈ ദൃശ്യങ്ങളിൽ കാണാം ആനയുടെ താടിയെല്ലുകൾക്കുള്ള പരുക്കിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം. കാരണം അതിന് ഭക്ഷണം കഴിക്കാൻ ആകാത്തൊരവസ്ഥയുണ്ട്. അതിനെ കാട്ടിലേക്ക് തുറന്നു വിടാനാകില്ല, തിരികെ വിടാനാകില്ല എന്ന് വനം വകുപ്പ് നിലപാടെടുത്തതും അതുകൊണ്ട് തന്നെയാകും. പക്ഷേ ഈ ചികിത്സയും ശ്രമകരമാണല്ലേ? ജീവൻ രക്ഷിക്കുന്നത് ശ്രമകരമാണ് എന്നാണോ വിദഗ്ധർ പറയുന്നത്? സിജു, ആനയുടെ ഒരു നിലവിലെ സാഹചര്യത്തിൽ അതിന്റെ ജീവൻ രക്ഷിക്കുക വളരെ ശ്രമകരമായ ദൗത്യമാണെന്നാണ് ACF B രതീഷ് അറിയിച്ചിരിക്കുന്നത്. കാരണം വലിയ പരുക്ക് അതിന് പറ്റിയതായാണ് കാണുന്നത്. ഈ ഗുരുതരമായ ഒരു പരുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആന ഉൾവനത്തിനകത്തേക്ക് പോകാത്തത്. ഈ ജനവാസ മേഖലയോട് ചേർന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് റബ്ബർ തോട്ടത്തിനടുത്ത് നിലയുറപ്പിച്ച ആ രീതിയിലാണ് ആന ഉള്ളത്. അതുകൊണ്ട് അതിനെ വനത്തിലേക്ക് തുരത്തുക പ്രായോഗികമല്ല. മാത്രമല്ല ഇതിന് പരിക്കേറ്റ ഒരു ആനയെ വനത്തിലേക്ക് തുരത്തുക എന്നത് ഒരു രീതി ശരിയല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ചികിത്സയ്ക്ക് പ്രാഥമിക പരിഗണന നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. RRT വെറ്ററിനറി സർജൻ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് ഈ ആനയ്ക്ക് മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത്. അല്പസമയത്തിനകം മയക്കുവെടി വെക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ആറളത്ത് നിന്നുള്ള RRT സംഘവും ആനയെ നിരീക്ഷിച്ചുകൊണ്ട് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ഏതായാലും അല്പസമയത്തിനകം മയക്കുവെടി വെക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആന മയങ്ങിയതിനു ശേഷം ആനയെ ചികിത്സയ്ക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയൊരു പരിക്ക് ആനയ്ക്ക് ഏറ്റിട്ടുണ്ട്. ഇത് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി അങ്ങനെ ഒരു പരിക്ക് പറ്റിയതാണെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ പിടികൂടിയതിനു ശേഷം തുടർ പരിശോധനകളിൽ മാത്രമേ വ്യക്തമാകൂ. ഏതായാലും മയക്കുവെടി വെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നിലവിൽ നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ദൗത്യത്തിലേക്ക് കടക്കും. തീർച്ചയായും ഇത് ആന പ്രായം കുറഞ്ഞ ആനയാണല്ലേ? നേരത്തെ ഈ പ്രദേശത്ത് കണ്ടിരുന്ന ആനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് പ്രായം കുറഞ്ഞ ആനയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആനയെ മുമ്പും ഇവിടെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. ഈ കരിക്കോട്ടക്കരി ജനവാസ മേഖലയോട് ചേർന്ന് ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഇതിനെ വീണ്ടും കണ്ടത്. നേരത്തെ കണ്ട ആന തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോൾ ഈ പരിക്കേറ്റ കാരണം കൊണ്ട് തന്നെ ഈ വനംവകുപ്പ് വാഹനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. തുടർന്ന് പ്രദേശത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ആ സമയത്താണ് ഈ RRT സംഘം
ഈ ഇരിട്ടിയിലുള്ള RRT സംഘം ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് നിലയുറപ്പിച്ചത്. അതിനുശേഷം വയനാട്ടിൽ നിന്നുള്ള RRT സംഘത്തിന് ഇവിടെ എത്തുന്നതിന് നിർദ്ദേശം നൽകി. അവരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വെറ്ററിനറി സർജൻ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ആനയെ മയക്കുപിടി വെക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആനയെ ഇതിനുശേഷം ചികിത്സക്കായി വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ പ്രദേശത്ത് കാട്ടാന ശല്യം ഉണ്ടായിരുന്നു. ആ ആന തന്നെയാണ് ഇതെന്നാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് കണ്ടതിന് ശേഷം ആന പിന്നീട് ഉന്നതത്തിലേക്ക് പോയിട്ടില്ല. ശരി സിജു കണ്ണൻ. ആനയുടെ താടിയെല്ലുകൾക്ക് പരിക്ക് ഗുരുതരമാണ്. ആനയെ ജീവൻ രക്ഷിക്കുന്നതിന് ശ്രമകരമാണ്. പക്ഷേ എന്നിരുന്നാലും മയക്കുവെടി വെച്ച് വയനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ആനയുടെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കണ്ടത്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.